Hi everyone, welcome to Logic System Design. Now we will see the operation of octal to binary encoder in detail. Octal to binary encoder ആണെങ്കിൽ ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് octal നമ്പർ സിസ്റ്റം ആയിരിക്കും. 0 to 7 വരെയുള്ള octal സിമ്പിൾസ് ആയിരിക്കും ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. കറസ്പോണ്ടിംഗ്ലി 3 ബിറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. അതായത് 8 ഇൻപുട്ട് ടെർമിനൽസ് അവൈലബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് ടു ഈച്ച് octal സിമ്പിൾ. 8 ഇൻപുട്ട് ടെർമിനൽസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ 3 ഔട്ട്പുട്ട് ടെർമിനൽസും അവൈലബിൾ ആണ്. Okay, out of these 8 input terminals, only one will be active at any time, and here you can see the truth table. The inputs are D0 to D7 and the 3 outputs are X, Y and Z. Okay, inputs നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അറ്റ് എ ടൈം ഒരു സിംഗിൾ ഇൻപുട്ട് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ അല്ലേ. ഇൻപുട്ടിനകത്ത് ഏത് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു സിംഗിൾ ഇൻപുട്ട് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഈ ഒരു ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ D0 ഈസ് ആക്റ്റീവ്, ദെൻ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഈസ് 0 0 0 വിച്ച് ഈസ് ദ ബൈനറി 3 ബിറ്റ് ബൈനറി ഓഫ് 0. D0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 എന്നുള്ളൊരു സിമ്പിളിനെയാണ്. ഒക്ടലിൻ്റെ 0 എന്ന് പറയുന്നൊരു സിമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D0 എന്നുള്ളൊരു ഇൻപുട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സബ്സ്ക്രിപ്റ്റ് നോക്കുക ഇക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ സിമ്പിളിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, D7 ആണെങ്കിൽ 7 എന്നുള്ളൊരു ഒക്ടൽ സിമ്പിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെൻ D7 ഈസ് ഈക്വൽ ടു 1, ഈ ഒരു കോമ്പിനേഷനിലാണ് D7 1 ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അതായത് D7 ഈസ് ആക്റ്റീവ്, ദെൻ കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ട് ഈസ് 1 1 1 വിച്ച് ഈസ് ദ 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഒക്ടൽ നമ്പർ. 7 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറിൻ്റെ 3 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് 1 1 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഒക്ടൽ ടു ബൈനറി എൻകോഡർ ഈസ് കൺവേർട്ടിംഗ് the octal symbols which is applied at the input into a 3 bit binary. Then ഈ ഒരു ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് octal to binary encoderൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. If we are considering the octal to binary encoder circuit, we can see that there will be 8 input terminals and these 8 input terminals are marked as D0 to D7. Okay, using these 8 input lines we have to obtain 3 outputs X, Y and Z. നമുക്ക് എങ്ങനെയാണ് ആ ഔട്ട്പുട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം കൺസിഡർ ചെയ്യാം. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോജിക് ഡയഗ്രാം ആണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. എക്സ് ഈസ് 1 വെൻ D4 D5 D6 ആൻഡ് D7 ആ 1. അതായത് D4 1 വന്നാൽ എക്സ് 1 വരണം, D5 1 വന്നാൽ എക്സ് 1 വരണം, D6 1 വന്നാലും എക്സ് 1 വരണം, D7 1 വന്നാലും എക്സ് 1 വരണം. ഇതിലേത് കണ്ടീഷൻ വന്നാലും എക്സ് 1 വരണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് എക്സ് 1 വരണം. ദെൻ വി ഹാവ് ടു യൂസ് എ ഓർ ഗേറ്റ് ആൻഡ് ദീസ് inputs D4, D5, D6 and D7 should be connected into that particular OR gate. Okay, അതായത് ഇതിൽ ഏത് കണ്ടീഷൻ വന്നാലും D4, D5, D6, D7 അതിനകത്ത് ഏത് 1 വന്നാലും നമുക്ക് എക്സ് എന്ന് പറയുന്നത് 1 കിട്ടണം. ഓക്കെ, സോ വി ഹാവ് ടു യൂസ് ആൻ OR gate and we have to connect this D4, D5, D6 and D7 to the OR gate. Okay, then D4, here it is D4, D5, D6 and D7. We have to connect all these 4 inputs to an OR gate and its output will be X. Okay, then the next output consider Y. Y എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് 1 വരേണ്ടത്? Y should be 1 when D2 is equal to 1 or Y is 1 when D3 is equal to 1, also Y is equal to 1 when D6 is equal to 1, Y is equal to 1 when D7 is equal to 1. Okay, അതായത് Yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ ടേംസ് ആണ് വരുന്നത്? Y should be 1 when D2, D3, D6 and D7 ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ നമുക്ക് Y 1 അവൈലബിൾ ആയിരിക്കണം. Okay, then we have to connect these inputs to an OR gate, then its output will be Y. Okay, D2, D3, D6, D7, D2, D3, D6 and D7 are connected to an OR gate and its output is Y. Okay, output is Y. Then the next one is Z. Z ന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് എക്സ്പ്രഷൻ വരാൻ നോക്കുക? Z is equal to 1 when D1 is equal to 1. Z is equal to 1 corresponding to D1. D1 1 വന്നാൽ നമുക്ക് Z 1 അവൈലബിൾ ആയിരിക്കണം. ഓർ
D3 1 വന്നാലും നമുക്ക് Z 1 ആയിരിക്കണം. D3 ഓർ D5 1 വരുന്ന സമയത്തും Z 1 ആണ്. D5 ഓർ D7 1 വന്നാലും നമുക്ക് Z 1 വരണം. ഈ പറഞ്ഞിട്ടുള്ള ഏത് ഇൻപുട്ടിൽ 1 വന്നാലും നമുക്ക് ഔട്ട്പുട്ടിൽ 1 കിട്ടണം. അതാണ് Z എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ടു കണക്ട് ദീസ് ഇൻപുട്ട്സ് D1, D3, D5 and D7 to an OR gate, and its output will be equal to Z. Okay, this is the corresponding logic diagram of a octal to binary encoder. ഈ 8 ഇൻപുട്ട്സിൽ we can apply the octal. Any one of the input will be active at any time. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ അറ്റ് എ ടൈം ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുള്ളൂ. ആ ഒരു കറസ്പോണ്ടിങ് ഇൻപുട്ടിനെ 3 ബിറ്റ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഒക്ടൽ ടു ബൈനറി എൻകോഡർ സർക്യൂട്ട്. ഓക്കെ,